ഏതിനാണ് ലൈറ്റ് കൂടുതലെന്ന് നോക്കാം. നോക്കി നോക്കാം. ലൈറ്റ് കുറവൊന്നുമില്ല. വീണ്ടും സൗണ്ടൊന്നും വരുന്നുണ്ടായില്ല. പക്ഷേ കണ്ടോ, ഹായ് ഹലോ നമസ്കാരം. ടോയ്സ് വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു കിഡിലൻ ടോയാണ്, ഒരു ഡൈകാസ്റ്റ് കാർ തന്നെയാണ്. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഡൈകാസ്റ്റ് കാർ നമ്മൾ റിവ്യൂ ചെയ്യുന്നു. ഈ പ്രാവശ്യം നമ്മൾ ഡൈകാസ്റ്റ് കാർ തന്നെയാണ്. വാവ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ഈ വാഹനത്തിൻ്റെ റിവ്യൂ നമുക്ക് നേരെ പോവാം. ഫൈനലി ഈ കിടക്കുന്നതാണ് നമ്മുടെ ഏറ്റവും പുതിയ ടൊയോട്ട ലാൻഡ് ക്രൂയിസറിൻ്റെ ഒരു ഡൈകാസ്റ്റ് കാർ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു റോൾസ് റോയ്സ് നമ്മൾ റിവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് പോയി കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോസ് നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളാണ് കാണുന്നത്. ഏറ്റവും പുതിയ V8 ടൊയോട്ട ലാൻഡ് ക്രൂയിസറാണ്. അതിമനോഹരമായ ഡിസൈനിലൊരു വണ്ടിയാണ്. ശരിക്കും 1:2 ഒരു 24 തന്നെയാണ് ഈ ഒരു ഡൈകാസ്റ്റ് കാർ വന്നിരിക്കുന്നത്. അത്രയ്ക്കും രസകരമായ ഒരു വൈറ്റ്, ഒരു എന്താ പറയുക, ഒരു ലെജൻഡ് കിടക്കണ പോലെയാണ്. ആ ഒരു അതിൻ്റെ അതേ ലുക്ക് തന്നെയാണ് ഫ്രണ്ടിലും സൈഡിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക. എടുത്തു പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോഗോയും ഫ്രണ്ടിലത്തെ ആ ഒരു ഗ്രില്ലിൻ്റെ പോർഷനൊക്കെ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. പ്രൊജക്റ്റ് ചെയ്യുന്ന രീതി തന്നെ കൊടുത്തിട്ടുണ്ട്. താഴത്തെ ഒരു ലൈറ്റുകളും ആണെന്നുണ്ടെങ്കിൽ പോലും, അതുപോലെ താഴത്തെ ഇൻഡിക്കേറ്റർ ലൈനിപ്പം, അതുപോലെ താഴെ ബമ്പറിൻ്റെ പോർഷനിൽ ആ ഉള്ളൊരു സ്കിഡ് പ്ലേറ്റ് പോലിൻ്റെ ഒരു ഡിസൈൻ പോലും അതിമനോഹരമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ സൈഡിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടയറിൻ്റെ സൈസൊക്കെ എടുത്ത് നോക്കി, ടയറിൻ്റെ സൈസ് നമുക്ക് പറയാൻ പറ്റില്ല, അതേ വലുപ്പം തന്നെയാണ് ഒരു ഇതിനകത്തും കൊടുത്തേക്കുന്നത്. അതിനകത്ത് ആ ഒരു അലോയ് വീലിൻ്റെ അതേ ഡിസൈൻ തന്നെ ഇതിനകത്തും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ചെറിയ ഈ ഫ്രണ്ടിലത്തെ ഈ നമ്മുടെ ഈ ഹുഡിൻ്റെ മുകളിലുള്ള ബമ്പറിൻ്റെ ഹുഡിൻ്റെ മുകളിലുള്ള ആ ലൈനുകളും പവർ ബാഡ്ജുകളും ആ ഒരു കുഴുവും എല്ലാ സാധനവും അതേപോലെ തന്നെ നമുക്ക് നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ആ ഒരു പെയിൻറ്റിങ് ക്വാളിറ്റി നല്ലതാട്ടോ. നല്ലൊരു ഗിൽട്ടറി ഫിനിഷുള്ള ഒരു വൈറ്റ് മെറ്റാലിക് പെയിൻറ്റിങ് തന്നെയാണ് ഇതിന് കൊടുത്തേക്കുന്നത്. മുകളിലിട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൺറൂഫും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ട് ഈ വണ്ടി അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി സൈഡിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡിലെ ഗ്രാഫിക്സുകളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിമനോഹരം എന്ന് പറയാൻ പറ്റും. ശരിക്കും നല്ല രീതിയിൽ തന്നെ ഗ്രാഫിക്സുകൾ ചെയ്തിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറിൽ, യെല്ലോയിഷ് കളറിൽ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് സൈഡിലെ വിൻഡോസിന് ഗ്ലാസ്സുകൾ കൊടുത്തിട്ടില്ല. അത് സാധാരണ വണ്ടികൾക്ക് അങ്ങനെ കാണാറില്ല. പക്ഷേ ഇവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഈ തേർഡ് റോ സീറ്റിൻ്റെ അവിടെ സൈഡിൽ ഒരു ഗ്ലാസ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിലുകളൊക്കെ നല്ല മികച്ച ഒരു എന്താ പറയുക, ആ രീതിയിൽ തന്നെ ആണ് അത് ചെയ്തേക്കണേ. താഴെ ഒരു ഫുഡ് സ്റ്റെപ്പ് വരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റണമെന്ന് അറിയില്ല. കണ്ടോ, താഴത്തെ ഒരു ഫുഡ് സ്റ്റെപ്പ് പോലും വളരെ ഡീറ്റെയിൽ ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വണ്ടിയുടെ നമുക്ക് ഈ സൈഡ് ഡോറൊന്ന് തുറന്നു നോക്കാം. നമ്മളെല്ലാ തവണയും തുറക്കുന്ന പോലെ തന്നെ സൈഡ് ഡോറ് നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറക്കാൻ പറ്റും, ഈസി ആയിട്ട് തുറക്കാൻ പറ്റും, കണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ അകത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ സീറ്റുകളും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഡോറ് നമുക്ക് ഓപ്പൺ ചെയ്യാം. കണ്ടോ, ഈ ഡോറ് നമ്മൾ ഓപ്പൺ ചെയ്തു. നമുക്ക് ലൈറ്റപ്പ് ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റും. കണ്ടല്ലേ, എത്ര മനോഹരമായിട്ടാണ് നോക്കി. അതിൻ്റെ സീറ്റുകളും അങ്ങനെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ഹാൻഡ് റെസ്റ്റ് പോലും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങേ സൈഡാണ് സ്റ്റീറിംഗ് വരുന്നത്. അതേപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് ടോപ്പായിട്ട് തന്നെയാണ് കൊടുത്തേക്കണേ. അങ്ങനെ മൊത്തത്തിൽ ഈ വണ്ടിയുടെ എല്ലാ ഡീറ്റെയിലിങ്ങും കൃത്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എടുത്ത് പറയേണ്ട കാര്യമുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറകുവശത്തായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ലാൻഡ് ക്രൂയിസ് എന്ന് വളരെ മനോഹരമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അതിന് താഴെ മിനി ഓട്ടോ എന്നും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇതൊരു മിനിയേച്ചർ ഭാവമാണല്ലോ, അതിൻ്റെ മിനി ഓട്ടോ എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാഡ്ജിങ് ആയിട്ട് VXR V8 എന്നും പറഞ്ഞിട്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിമനോഹരമായ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റുകളും കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ താഴെ ഒരു റിഫ്ലക്ടറും കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഈ ഒരു പോർഷനിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ആ ഒരു ഇതിൻ്റെ ഈ പോർഷനിലൊക്കെ കറക്റ്റും പുറകുവശത്തും ഒരു ഫ്രണ്ട് വശത്ത് അഗ്രസീവ് ലുക്ക് നൽകിയിട്ട് ഉണ്ടെന്നുള്ളതാണ്. എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. ആ സ്പോയിലറിൽ തന്നെ ആ ഗ്ലാസ്സിൽ തന്നെ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ട്, മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് ആയിട്ട് ഒരു വൈപ്പറും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കണ്ടില്ലേ, അങ്ങനെ മൊത്തത്തിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ മനോഹരമായ ഡിസൈൻ തന്നെയാണ് ഈ ലാൻഡ് ക്രൂയിസർ എന്ന് വേണമെങ്കിൽ എടുത്തു പറയാം. അത്രയ്ക്ക് മനോഹരമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള ഒരു എന്താ പറയുക, അത്യാവശ്യം നല്ല വലിപ്പം തന്നെയുള്ള ഒരു ഡിക്കി സ്പേസ് ഈ വാഹനത്തിലുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ മുകളിലിട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈനുകളും എല്ലാം തന്നെ കൃത്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഒരു വൈസറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പുറകുവശം നല്ല അതിമനോഹരമാണെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈവർ സൈഡ് സീറ്റിനകത്ത് നോക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിൽ ഇങ്ങനെ തുറക്കാൻ പറ്റും.
ഈ ഡോറും ഇതുപോലെ തന്നെ നമുക്ക് തുറക്കാൻ പറ്റും, ഈസിയായിട്ട് തുറക്കാൻ പറ്റും. ഡ്രൈവറിൻ്റെ സൈഡിലെ സീറ്റിനകത്തിട്ട് നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും മൈന്യൂട്ടായിട്ടുള്ള ആ ഡാഷ്ബോർഡും കാര്യങ്ങളും എല്ലാം നല്ല മൈന്യൂട്ടായിട്ട് തന്നെ എല്ലാം നല്ല കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. അത് കാണാൻ പറ്റുമെന്നറിയില്ല, കണ്ടില്ലേ, ഡീറ്റെയിൽ ആയിട്ട് തന്നെ അകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ മൊത്തത്തിൽ അതിമനോഹരമായ ഡിസൈൻ തന്നെയാണ്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിലത്തെ എൻജിൻ പോർഷൻ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാർ കണ്ടോലെ ഇവിടുത്തെ ഒരു ബട്ടൺസോ കാര്യങ്ങളൊന്നും ഇല്ല പ്രസ് ചെയ്യാനായിട്ട് നമുക്ക്. അപ്പോൾ നമ്മുടെ ഇവിടെ ഹുഡുണ്ട്. ഈ ഹുഡിനകത്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഹുഡ് ഓപ്പൺ ചെയ്തു. ഹുഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് എൻജിൻ്റെ പോർഷനൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. എൻജിൻ ഒരു സാധനങ്ങളൊക്കെ അതേപോലെ തന്നെ ഒരു ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിനിയേച്ചർ രൂപത്തിലുള്ള കാറിൻ്റെ അത്തരത്തിൽ മൊത്തത്തിൽ മനോഹരമാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ പോർഷൻസും അവർ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു തുറക്കേണ്ട കാര്യം ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓണാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ചെറിയൊരു കുഞ്ഞ് ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടെ ഈ ബാറ്ററി ഇത് ലോക്ക് ചെയ്ത് വെച്ചേക്കോട്ടെ. നമുക്കിത് അഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് ഈ സംഭവത്തിൽ പിടിച്ചിഞ്ഞ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബാറ്ററി ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. അതൊന്നും വേണ്ട, അത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് സൗണ്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, അതിമനോഹരമായ സൗണ്ടാണ്. അപ്പോൾ ഈ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഇതിനകത്താണ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. ആ സ്വിച്ച് കൊണ്ടാണ് അങ്ങനെ സൗണ്ട് ഓണായിട്ടാണ് സൗണ്ട് വരുന്നത്. അതേപോലെ നമുക്ക് ഫ്രണ്ടിൽ ലൈറ്റ് തെളിയുന്നുണ്ട്. ഇനി പുറകുവശത്ത് ലൈറ്റ് തെളിയുന്നുണ്ടെന്ന് നോക്കാം. നമുക്കൊരു ഞെക്കി നോക്കാം. പുറകുവശത്ത് ലൈറ്റ് കൊള്ളാം. നമ്മൾ ഈ വാഹനത്തിൻ്റെ പുറകിലത്തെ ലൈറ്റ് അതിമനോഹരമായിട്ട് തെളിയുന്നുണ്ട്. നമ്മളിത് നോക്കിയായിരുന്നു, ഈ വാഹനത്തിൻ്റെ പുറകിലത്തെ ലൈറ്റ് തെളിയുണ്ടായില്ല. പക്ഷേ ഇതിനേക്കാളും കുറച്ചും കൂടി സൗണ്ട് ഉണ്ട് ഇതിന്. ഉണ്ടല്ലേ, സൗണ്ടും കാര്യങ്ങളും ഇതിനാണ് കൂടുതൽ. ഉണ്ടോ? അപ്പോൾ ഇതിൻ്റെ പുറകത്തെ ലൈറ്റ് തെളിയുണ്ടായില്ല, പക്ഷേ ഈ വാഹനത്തിൻ്റെ പുറകത്തെ ലൈറ്റ് തെളിയുണ്ടാവുന്നു. അതേപോലെ ഇതിന് നമുക്ക് ഡോറിന് ഓൺ ചെയ്യുമ്പോഴും സൗണ്ടൊന്നും വരുന്നുണ്ടായില്ല. പക്ഷേ ഇതിന് നമുക്ക് നോക്കാം. ഡോർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴും ഇതിന് സൗണ്ട് ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. കണ്ടോ, വാവ്, അത് കൊള്ളാലോ. ഒന്നുകൂടി കേൾപ്പിച്ചു തരാം. വാവ്, ഓസം. കാരണം ഇത് വെവ്വേറെ സൗണ്ടാണ്. ഇത് കണ്ടോട്ടോ, ഇത് തുറക്കുമ്പോഴും കണ്ടോ, അതിന് വേറൊരു സൗണ്ട്. വാവ്, അതിന് വേറൊരു സൗണ്ട്. ഇനി പുറകിൽ ഒരു ഡോർ തുറക്കും നോക്കാം. ആ ഡോർ തുറക്കുന്ന സൗണ്ടൊന്നുമില്ല. ഇത് തുറക്കുമ്പോഴും ഈ വശം തുറക്കുമ്പോഴും സൗണ്ടൊന്നുമില്ല. പുറകുവശം തുറന്ന് നോക്കാം. പുറകുവശം തുറക്കുമ്പോഴും സൗണ്ടൊന്നുമില്ല. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഇതാണ് ഈ രണ്ട് കാറിനും നമ്മൾ വ്യത്യാസം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാറിന് ഡോറിന് സൗണ്ടുകളൊന്നുമില്ല, പക്ഷേ ഇത് ഡോറ് സൗണ്ടൊക്കെ ഉണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് രണ്ടും വെച്ചിട്ട് ഏതിനാണ് ലൈറ്റ് കൂടുതലെന്ന് നോക്കാം. ഞെക്കി നോക്കാം. അതിന് ലൈറ്റ് നല്ല ലൈറ്റ് ഉണ്ട്. ഇവിടെ ഞെക്കി നോക്കാം. ലൈറ്റ് കുറവൊന്നുമില്ല. ലൈറ്റ് ബോത്ത് ആർ സെയിം, എല്ലാം സെയിം തന്നെയാണ്. ഉണ്ടല്ലേ, രണ്ടും സെയിം തന്നെയാണ്. പക്ഷേ ഡിസൈൻ ഹൈറ്റും ഏകദേശം സെയിം തന്നെയാണ്. പിന്നെ വാഹനത്തിൻ്റെ വിഡ്ത്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നീളം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റോൾസ് റോയ്സ് തന്നെയാണ് മുന്നൻ. കണ്ടോ, റോൾസ് റോയ്സ് തന്നെയാണ് മുന്നൻ. അപ്പോൾ മേജറായിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ വാഹനത്തെക്കുറിച്ചുള്ളത്. നല്ലൊരു ടോയ് കാറാണ്. നമുക്ക് ഇത് പുൾ ബാക്ക് ടോയ് കാറാണെന്ന് പറഞ്ഞല്ലോ, അത് നമുക്കൊന്ന് ജസ്റ്റ് ട്രൈ നോക്കാം. ചെറുതായിട്ടൊന്ന് ഇത് ചെയ്ത് നോക്കാം. ഉണ്ടോ, ഇത്ര മനോഹരമായിട്ട് വണ്ടി നോക്കി. അപ്പോൾ മേജറായിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ വാഹനത്തെക്കുറിച്ച് പറയാനുള്ളത്. അടിപൊളി ഒരു വണ്ടിയാണ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇത് ആമസോണും ഫ്ലിപ്കാർട്ടിനകത്തൊക്കെ അവൈലബിൾ ആണ്. അതുകൂടാണ്ട് ഈ നമ്മുടെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോസ് 10 പേർക്ക് ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക. അത് നമുക്ക് സ്ക്രീൻഷോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ഈ വാഹനം ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട്, ഒരു കിടിലൻ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺ.